ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ കാലമല്ലേ. ഞാനിപ്പോൾ ഒരു നല്ല കൊഴുത്ത ചാറുള്ള ഒരു മാങ്ങ മപ്പാസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. നല്ല ഉഗ്രൻ ടേസ്റ്റിലുള്ള, നമുക്ക് പള്ളിപ്പെരുന്നാളിന് കിട്ടാറില്ലേ, അതുപോലെ ഇരിക്കുന്ന മാങ്ങ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഞാനിപ്പം ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ മപ്പാസ് ഉണ്ടാക്കാൻ മൂവാണ്ടൻ മാങ്ങയാണ് ഏറ്റവും നല്ലത്. പതിയെ ചനച്ച് വരുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എനിക്കിപ്പോൾ മൂവാണ്ടൻ മാങ്ങ കിട്ടിയില്ല, ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല മാങ്ങയാണ്. ഞാനിപ്പം 2 മാങ്ങയ്ക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകും കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ കറിവേപ്പിലയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തൊണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒരുപാട് അങ്ങ് ചെത്തിക്കളയരുത്, പതിയെ പുറത്തുള്ള തൊണ്ട് മാത്രമേ കളയാവുള്ളൂ. ഇതുപോലെ ഇരിക്കണം. ഇനി അത് ഇതേ വലുപ്പത്തിൽ പുളി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ മാങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കാം. ഞാനിപ്പോൾ ഈ മാങ്ങ മപ്പാസിന് വേണ്ടി ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കത് ചിരകിയെടുത്ത് പാല് പിഴിഞ്ഞെടുക്കാം. 1-ാം പാലും 2-ാം പാലും എടുത്ത് വയ്ക്കണേ. സവാള തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ അരിഞ്ഞെടുക്കാം. അതിലേക്ക് പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. അതുപോലെ വറ്റൽമുളക് കഴുകിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ അത് തേങ്ങ ചിരകിയിട്ട് ഇതുപോലെ 1-ാം പാലും 2-ാം പാലും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പം വറ്റൽമുളക് മൂത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് അധികം ഇട്ട് കൊടുക്കരുത്. നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്നു നോക്കി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത്തിരി നേരം കൂടി വേവട്ടെ. മാങ്ങയൊക്കെ ഒന്ന് വാടി വന്ന് ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതവിടെ നല്ലപോലെ തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പുളി അധികം ആവശ്യമില്ലാത്തൊരു 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതുപോലെ പതിയെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പതിയെ തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല കൊഴുത്ത ചാറുള്ള മാങ്ങ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മണം കേട്ടിട്ട് തന്നെ ചോറുണ്ണാൻ തോന്നുന്നുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കൂ. ഇനി മാങ്ങ മപ്പാസ് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പറയരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊന്നുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.